റഷ്യ, ഇറാൻ എന്നീ ലോകശക്തികളിൽ നിന്ന് 300-ലധികം അത്യാധുനിക സൈനിക ഡ്രോണുകൾ സ്വന്തമാക്കി കരീബിയൻ കടലിടുക്കിൽ ക്യൂബ പുതിയൊരു യുദ്ധകാഹളം മുഴക്കുകയാണ്. അത് കേവലം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ നീക്കമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് ആഗോളതലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന മഹാശക്തികളുടെ പടയൊരുക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും അമേരിക്കയുടെ ഏകധ്രുവ ആധിപത്യത്തിനെതിരെയുള്ള യുദ്ധങ്ങൾ പല രൂപത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ വിപ്ലവ വീര്യവുമായി ആ പോരാട്ടത്തിന്റെ മുൻനിരയിലേക്ക് ക്യൂബയും ഔദ്യോഗികമായി ചുവടി വെക്കുകയാണ്. പെന്റഗണിന്റെ ചാരക്കണ്ണുകളെയും വൈറ്റ് ഹൗസിന്റെ ഉപരോധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയുടെ നെഞ്ചിൻ കൂടായ ഫ്ലോറിഡ തീരങ്ങളെയും തന്ത്രപ്രധാന സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് ഈ ഡ്രോണുകൾ പറന്നുയരുമ്പോൾ അത് പതിറ്റാണ്ടുകളായി ലോകത്തെ ഭയപ്പെടുത്തിയ ഒരു അഹങ്കാരത്തിന്റെ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ തുടക്കം തന്നെയാണ് കുറിക്കുന്നത്. എന്താണ് കരീബിയൻ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ നോക്കാവുന്നതാണ്. അതിനു മുൻപ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുമല്ലോ. കരീബിയൻ മേഖലയെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലാക്കിക്കൊണ്ട് അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള നയതന്ത്ര രാഷ്ട്രീയ സംഘർഷങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈര്യബന്ധം സമീപകാല സംഭവ വികാസങ്ങളോടെ ഒരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായി രൂപപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ ഭാഗത്തു നിന്നും സൈനികപരമായ നീക്കങ്ങൾ ഉണ്ടായാൽ അതിന് രാജ്യം നൽകേണ്ടി വരുന്ന വില കണക്കാക്കാനാവാത്ത രക്തച്ചൊരിച്ചിലായിരിക്കുമെന്ന ക്യൂബൻ പ്രസിഡന്റ് മിഖുവൽ ഡയസ് കാനലിന്റെ കടുത്ത മുന്നറിയിപ്പ് നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശീതയുദ്ധകാലത്തെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് കരീബിയൻ കടലിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം വഷളാകാൻ പ്രകോപനപരമായ ചില പുതിയ നീക്കങ്ങൾ കൂടി കാരണമായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ക്യൂബയുടെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിക്കും 9 ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. ക്യൂബൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ നീക്കം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ നടപടി ക്യൂബയെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് ഉപകരിച്ചിട്ടുള്ളത്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഹവാന ഇതിനെ നോക്കിക്കണ്ടത്. ഇതിനു പുറമെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക രഹസ്യമായി സൈനിക നീക്കങ്ങൾ ആലോചിക്കുന്നുവെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സ്ഫോടനാത്മകമാക്കി എന്നതും മറ്റൊരു കാര്യമാണ്. ചരിത്രപരമായി തന്നെ അമേരിക്കയുടെ ഉപരോധങ്ങളും അട്ടിമറി ശ്രമങ്ങളും അതിജീവിച്ച പാരമ്പര്യമാണ് ക്യൂബയുടേത് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള വാഷിംഗ്ടണിന്റെ ഏത് നീക്കത്തെയും ആയുധം കൊണ്ട് നേരിടാൻ മടിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ക്യൂബൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ഇപ്പോൾ നിഴലിച്ചു നിൽക്കുന്നത്. ഒരു അധിനിവേശ ശ്രമം ഉണ്ടായാൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങില്ല എന്നും മറിച്ച് വലിയൊരു മനുഷ്യ ദുരന്തത്തിന് വഴിമാറുമെന്നും ക്യൂബ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അതിർത്തിക്കടുത്ത് നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം എക്കാലത്തും ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്. മേഖലയിലെ ജനാധിപത്യ പുനഃസ്ഥാപനവും മനുഷ്യാവകാശ സംരക്ഷണവുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക വാദിക്കുമ്പോഴും അത് ക്യൂബയുടെ ഭരണം മാറ്റാനുള്ള സാമ്രാജ്യത്വ താല്പര്യമാണെന്ന് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ദീർഘകാലമായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ മൂലം ഇതിനകം തന്നെ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ക്യൂബൻ ജനതയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങളും യുദ്ധഭീഷണിയും ഇരട്ടി ആഘാതമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഭക്ഷ്യമരുന്ന് ക്ഷാമം രൂക്ഷമായ രാജ്യത്ത് ഇത്തരം രാഷ്ട്രീയ അസ്ഥിരതകൾ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിസന്ധി കരീബിയൻ മേഖലയെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകശക്തികളായ റഷ്യയും ചൈനയും ക്യൂബയുമായി അടുത്ത തന്ത്രപ്രധാനമായ ബന്ധം പുലർത്തുന്നവരാണ് എന്ന കാര്യം കൂടി ഇവിടെ പറയണം. അതിനാൽ അമേരിക്ക ക്യൂബയ്ക്ക് നേരെ സൈനിക നീക്കം നടത്തിയാൽ അതൊരു ആഗോള ചേരിതിരിവിനും വലിയ അന്താരാഷ്ട്ര യുദ്ധത്തിനും കാരണമായേക്കാം. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാനപരമായ ഇടപെടലുകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ വിഷയങ്ങൾ പറയുമ്പോൾ വർഷങ്ങളായി നിൽക്കുന്ന ക്യൂബ അമേരിക്ക സംഘർഷത്തെക്കുറിച്ചും അവരുടെ വൈരാഗ്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കേണ്ടതുണ്ട്. 1959 ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ നടന്ന ക്യൂബൻ വിപ്ലവമാണ് ഈ ബന്ധം വഷളാകാൻ തുടങ്ങിയ ഒരു സംഭവം. വിപ്ലവത്തിന് ശേഷം ക്യൂബയിലെ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടുകയും ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാത സ്വീകരിക്കുകയും ചെയ്തതോടെ അമേരിക്ക അതൃപ്തിയിലായി. അമേരിക്കയുടെ തൊട്ടടുത്ത് സോവിയറ്റ് യൂണിയൻ അനുകൂലമായ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം രൂപപ്പെട്ടത് അമേരിക്കയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണിയായി തോന്നുന്നത് അപ്പോഴാണ്. ഇതിനെ തുടർന്ന് ക്യൂബയ്ക്കെതിരെ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. അത് ഇന്നും തുടരുകയാണ്. 61 ബേ ഓഫ് പിക്സ് അധിനിവേശവും 62 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമാക്കുകയും ആണവായുധത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. വർഷങ്ങളായി ക്യൂബൻ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങളും
ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തുടരുന്ന കടുത്ത നിയന്ത്രണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഈ തർക്കത്തെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഒബാമയുടെ കാലങ്ങൾ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും പിന്നീട് വന്ന ഭരണകൂടങ്ങൾ പലതും അത് മരവിപ്പിക്കുകയായിരുന്നു. ഇന്നും ആ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരു രാജ്യങ്ങളും കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്മാറാത്ത പക്ഷം കരീബിയൻ മേഖല വീണ്ടും ഒരു വലിയ ചോരപ്പുഴയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന ആശങ്കയിൽ തന്നെയാണ് ലോകം മുഴുവൻ, മാത്രവുമല്ല അവിടുത്തെ ജനതയും. റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ക്യൂബ 300-ലധികം അത്യാധുനിക സൈനിക ഡ്രോണുകൾ സ്വന്തമാക്കിയെന്ന അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ കരീബിയൻ പ്രതിസന്ധിക്ക് തികച്ചും പുതിയൊരു യുദ്ധമുഖം തുറന്നു നൽകിയിരിക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെ ഈ വിഷയത്തിന് വലിയ വാർത്താ പ്രാധാന്യവും ലഭിക്കുന്നത്. കേവലം ഒരു പ്രാദേശിക പ്രതിരോധത്തിനപ്പുറം അമേരിക്കൻ മണ്ണിലേക്ക് നേരിട്ട് പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള ആയുധ ശേഖരം ക്യൂബ കെട്ടിപ്പടുക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ മിസൈലുകൾ വിന്യസിച്ചതിന് സമാനമായ ഒരു ആയുധ സന്തുലനാവസ്ഥയാണ് പുതിയ ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ കരീബിയൻ കടലിടുക്കിൽ രൂപപ്പെടുന്നതെന്നാണ് വിദേശ വിദഗ്ധരും വിലയിരുത്തുന്നത്. ആക്സിയോസ് റിപ്പോർട്ട് പ്രകാരം ക്യൂബയുടെ സൈനിക തന്ത്രങ്ങൾ കേവലം പ്രതിരോധാത്മകം മാത്രമല്ല. ഗ്വാണ്ടനാമോ ബേയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, കരീബിയൻ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്ന യുദ്ധക്കപ്പലുകൾ എന്നിവയ്ക്ക് പുറമെ അമേരിക്കൻ പ്രധാന ഭൂമിയുടെ ഭാഗമായ ഫ്ലോറിഡ തീരം വരെ ലക്ഷ്യമിടാൻ ശേഷിയുള്ളതാണ് ഈ ഡ്രോണുകൾ. ആധുനിക യുദ്ധങ്ങളിൽ റഷ്യയും ഇറാനും വിജയകരമായി പരീക്ഷിച്ച ഡ്രോൺ സാങ്കേതിക വിദ്യയാണ് ക്യൂബയ്ക്ക് കൈമാറിയിരിക്കുന്നത് എന്നത് വാഷിംഗ്ടണിന്റെ ആശങ്ക ഇരട്ടിയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളി തന്നെയാണ് പെന്റഗൺ നോക്കിക്കാണുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനൽ തയ്യാറായില്ല എന്നതും ഇവിടെ എടുത്തു പറയണം. ആരോപണങ്ങളെ നേരിട്ട് നിഷേധിക്കാതെ ക്യൂബ ഒരു രാജ്യത്തിനും ഭീഷണിയല്ല, പക്ഷെ സൈനിക ആക്രമണം ഉണ്ടായാൽ സ്വയം പ്രതിരോധിക്കുക എന്നത് തങ്ങളുടെ നിയമപരവും അതുപോലെ ന്യായവുമായ അവകാശമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആയുധങ്ങൾ കൈവശമുണ്ട് എന്ന സൂചന പരസ്യമായി നൽകുമ്പോൾ തന്നെ അത് നിങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ മാത്രമുള്ളതാണെന്ന് അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ തന്ത്രപരമായ പ്രതികരണം അമേരിക്കയ്ക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെയും സൈനിക അട്ടിമറി നീക്കങ്ങളെയും ചെറുക്കാൻ ക്യൂബ ആഗോളതലത്തിൽ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് റഷ്യയുടെയും ഇറാന്റെയും ഈ സാന്നിധ്യം. ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി കടുത്ത കൊമ്പുകോർക്കലിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ നട്ടെല്ലായ ഇറാനും ഒരേ സമയം ക്യൂബയെ സഹായിക്കാൻ എത്തുമ്പോൾ കരീബിയൻ മേഖല ഒരു ആഗോള നിഴൽ യുദ്ധത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക തുനിഞ്ഞാൽ അതിന് വലിയൊരു വില നൽകേണ്ടി വരുമെന്ന കാര്യം ഉറപ്പിക്കാനാണ് ഈ സഖ്യം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ വിന്യാസത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ മേഖലയിൽ സൈനിക ജാഗ്രത പരമാവധിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു സത്യമാണ്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് ഒരു വലിയ ആയുധ ശേഖരം വെച്ചു പൊറപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. അമേരിക്ക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത്. ഇത് ക്യൂബയ്ക്ക് മേൽ കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മുൻകൂർ സൈനിക നീക്കത്തിനോ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന ഘടകവുമാണ്. പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത കടുത്ത നിലപാടുകളുമായിട്ടുള്ള ഇരു രാജ്യങ്ങളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നേരിയൊരു നയതന്ത്ര പാളിച്ച പോലും വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയാണ് കരീബിയൻ തീരങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. കാരണം യുദ്ധം ഇപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ഭീതി പടർത്തുന്ന ഒന്നാണല്ലോ. കരീബിയയിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും പുതിയ വാർത്തകളുമായി വീണ്ടും എത്താം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.